ആന എഴുന്നള്ളിപ്പിന് മാർഗനിർദ്ദേശവുമായി ഹൈക്കോടതി. സംഘാടകർ ആനയുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് അടക്കം എല്ലാ രേഖകളും ഉറപ്പാക്കണം. 8 മണിക്കൂർ ആനകൾക്ക് വിശ്രമം അനുവദിക്കണം. ജില്ലകൾ തോറും കമ്മിറ്റികൾ ഉണ്ടാക്കണമെന്നും അനിമൽ വെൽഫെയർ ബോർഡിന്റെ അംഗത്തെ ഉൾപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഗൗതം, ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് ഹൈക്കോടതി ഇപ്പോൾ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നു. നാട്ടാനകളുടെ ക്രൂരത തടയുന്നതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവേ കോടതി തന്നെ ആനകളെ എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് മാർഗനിർദ്ദേശം പുറത്തിറക്കും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആനകളുടെ പരിപാലനം സംബന്ധിച്ച് അല്ലെങ്കിൽ എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് ഇപ്പോൾ മാർഗനിർദ്ദേശം ഇറക്കിയിട്ടുള്ളത്. ഈ ആനകളെ ഉപയോഗിക്കുമ്പോൾ ബന്ധപ്പെട്ട ജില്ലാ സമിതിയുടെ അനുമതി വാങ്ങണം എന്നതാണ് ഒരു നിർദ്ദേശം. 1 മാസം മുമ്പ് ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിക്കണം. അതുപോലെ 2 എഴുന്നള്ളിപ്പുകൾ ഇടയിൽ മതിയായ വിശ്രമം ആനകൾക്ക് ലഭിച്ചു എന്ന് ഉറപ്പാക്കണം. ജില്ലാതല സമിതിക്കാണ് ഇത്തരത്തിൽ വിശ്രമം ലഭിച്ചു എന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ചുമതല. ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഫിറ്റ്നസ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കണം. ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സംഘാടകർ കമ്മിറ്റിയെ ബോധിപ്പിക്കണം. താൽക്കാലിക വിശ്രമ സ്ഥലം വൃത്തിയുള്ളതാകണം. ദിവസവും 30 കിലോമീറ്ററിൽ കൂടുതൽ ആനകളെ നടത്തിക്കരുത്. എഴുന്നള്ളത്തിന് ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണം. ആനയും അതുപോലെ തീ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ 5 മീറ്റർ ദൂരപരിധിയിൽ വേണം അത്തരത്തിൽ തീ ഉപയോഗിക്കാൻ. ജനങ്ങളും ആനയും തമ്മിൽ 8 മീറ്റർ ദൂരപരിധി ഉറപ്പാക്കണം. അതുപോലെ ബാരിക്കേഡ് സംവിധാനങ്ങൾ ഉണ്ടാകണം. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത എഴുന്നള്ളിക്കുന്നവർക്ക് ജില്ലാതല സമിതി അനുമതി നൽകരുത്. മറ്റൊരു നിർദ്ദേശം, രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ ആനകളെ പൊതുനിരത്തിൽ കൂടി കൊണ്ടുപോകരുത് എന്നാണ്. തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളത്തിന് നിർത്തരുത്. മറ്റൊന്ന്, രാത്രി 10 മുതൽ രാവിലെ 4 മണി വരെ ആനയെ വണ്ടികളിൽ യാത്ര ചെയ്യിപ്പിക്കരുത്. അതുപോലെ രാത്രിയിൽ ശരിയായ വിശ്രമം സംഘാടകർ ഉറപ്പുവരുത്തണം. തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ശരി ഷബ്ന, ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദ്.